ഹായ് ഹലോ. നമുക്ക് പാഴ് വസ്തുക്കളെ കൊണ്ട് നല്ല അടിപൊളി ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുക്കുന്നത്. വെള്ളം വാങ്ങിയതിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകൾ വശത്തുനിന്ന് കുറച്ച് സ്ഥലം ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് മുകൾ വശത്ത് ആ വീതി കൂടിയ വശമില്ലേ, അവിടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അടിവശത്തുനിന്ന് നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇവിടെ നിന്നും കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് മാറ്റിയിടാം. എന്നിട്ട് ഇത് രണ്ടും ചേർത്ത് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം. ഗ്ലൂ ഗൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് ചൂടിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ബോട്ടിലിന് അത്ര കട്ടിയില്ലല്ലോ, അന്നേരം അത് ഉരുകിപ്പോകും. ഞാൻ ഈ വർക്ക് ചെയ്യുമ്പം തന്നെ കുറച്ചൊക്കെ ഉരുകി പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പിസ്ത ഷെല്ലാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് ചെയ്യാനുള്ളത് ആ ക്യാപ്പ് വരുന്നില്ലേ ബോട്ടിലിൻ്റെ മുകൾ വശത്ത്, അവിടെ നിന്ന് താഴേക്കായിട്ട് നമുക്ക് ഈ പിസ്ത റൗണ്ടിന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ റൗണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലെയറായിട്ട് വീണ്ടും ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് രണ്ട് പിസ്തയുടെ ഇടയ്ക്ക് വശത്തുള്ള ആ ഗ്യാപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ആ റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ലെയർ ഒട്ടിക്കണം. ഇങ്ങനെ നമ്മൾ ബോട്ടിലിൻ്റെ ഏതാണ്ട് താഴ്വശം വരെയും ഒട്ടിക്കണം. ബോട്ടിലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് മാത്രം ഒരു ലെയർ വിട്ടിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് പിസ്ത ഒട്ടിച്ചിട്ടുണ്ട്. ബോട്ടിൻ്റെ അടിവശത്ത് മാത്രം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതേപോലെ കളർ പേപ്പറാണ് കേട്ടോ, A4 സൈസിലുള്ള ഷീറ്റ് എടുത്തേക്കുന്ന. എന്നിട്ട് ഇതേപോലെ രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ട് വീണ്ടും ചെറുതായിട്ട് 2-3 പ്രാവശ്യം മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്യാൻ സമയത്താണ് കണ്ടത്. ഇത് കറക്റ്റായിട്ട് ഇല കട്ട് ചെയ്യുന്നതൊന്നും വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്യാനായിട്ടേ എൻ്റെ കയ്യിൽ 6 ഷേപ്പിലുള്ള കത്രിക ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ കത്രിക വെച്ച് തന്നെ ഒന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊന്ന് 6 ഷേപ്പിലോട്ടൊന്ന് മാറ്റാനായിട്ട് ശ്രമിച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ ഒരുമിച്ച് കുറച്ച് ഇലകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തത് കുറച്ച് വീതി കൂടിപ്പോയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വീതി കുറച്ചെടുക്കുന്നുണ്ടേ. ഇനി ഇത് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം, ബോട്ടിലേക്ക്. അപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ ഒട്ടിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഇല താഴ്ത്തി വെച്ച് ഒട്ടിച്ചാൽ പിസ്തയുടെ താഴോട്ട് കിടക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഇലയുടെ വർക്ക് ചെയ്തിട്ടാണ് താഴോട്ട് പിസ്ത ഒട്ടിച്ചെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടിയേനെ. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഇലയുടെ ഏറ്റവും അടിവശത്തുനിന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് മടക്കി വെച്ചിട്ട് ആ ഭാഗത്ത് ഗ്ലൂ തേച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോഴും അത് നമ്മൾ അറിയത്തില്ല, നല്ല വൃത്തിയിൽ കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് കളഞ്ഞ കുറച്ച് ഷീറ്റ് പേപ്പറിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇലകൾ ഒരു ഹാഫ് ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഇലയുടെ പകുതിയായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടി. അപ്പം ഞാൻ അതുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം അതാണ് ഈ ബോട്ടിലിന് ചുറ്റും നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പ് വരത്തില്ലേ, ആ വശത്ത് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല കട്ട് ചെയ്തതിന് ഒരു ഇലേനെ രണ്ടാക്കിയിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടേ ഇതിൻ്റെ താഴ്വശത്തായിട്ട് വീണ്ടും ഒരു ലെയർ കൂടി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ വലിയ ഇലയില്ലേ, അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ചൊന്ന് മടക്കിയിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. പകുതി ആ അടിവശം നമ്മൾ മടക്കി അത്ര സ്ഥലം കട്ട് ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ദാ പൈനാപ്പിളിൻ്റെ മുകൾ വശമെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടിവശത്ത് കൂടി ഗ്യാപ്പ് ഇട്ടില്ലേ നമ്മൾ പിസ്ത ഒട്ടിക്കാതെ, അവിടെ കുറച്ച് ചെറിയ ഇല മതി കേട്ടോ, ഇത്രയും വലിപ്പമുള്ള ഇല വേണ്ട. കുഞ്ഞു കുഞ്ഞു ഇലയായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാപ്പ് ഇട്ട വശത്ത് ചുറ്റുമായിട്ട് ഒരേ ലെയറായിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ 1-2 ഒക്കെ ലെയർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഒറ്റൊരു ലെയറായിട്ട് ഇതേപോലെ ചേർത്തങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടിവശത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഗ്ലൂ ഒട്ടിച്ചതിൻ്റെ നൂല് പോലെയൊക്കെ അവിടെ ഇവിടെ വലഞ്ഞിരിപ്പുണ്ട്. അതെല്ലാം ഒന്ന് എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ.
നല്ലൊരു പൈനാപ്പിളായിട്ട് റെഡിയായി കിട്ടിയല്ലോ. ഇനി അതല്ല നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പൈനാപ്പിളിൻ്റെ കളർ ഏതാണോ ആ കളറിൽ വേണമെങ്കിൽ യെല്ലോയോ ഓറഞ്ചോ ഒക്കെ മിക്സ് ചെയ്തൊക്കെ അടിക്കാം. പക്ഷേ എനിക്കിപ്പം ഒരാഗ്രഹം തോന്നിയെന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളർ അടിക്കാമെന്നാണ്. കറക്റ്റ് പൈനാപ്പിളിൻ്റെ ഷെയ്ഡല്ലാതെ ഗോൾഡനിൽ അടിച്ചെടുത്താൽ ഒരു ഭംഗി കാണുമെന്ന് എനിക്കൊരു തോന്നൽ. അപ്പോൾ ഇതാ ഞാൻ ഗോൾഡൻ പെയിൻ്റാണ് കേട്ടോ അടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ആ കളർ ചെയ്യാം. കുറച്ച് ഗ്രീനും അതുപോലെ ഓറഞ്ചൊക്കെ മിക്സ് ചെയ്ത് മഞ്ഞയൊക്കെ ചേർത്തിട്ട് അടിക്കുമ്പോൾ കറക്റ്റ് പൈനാപ്പിളിൻ്റെ കളറിലെടുക്കാം. ഇതാ ഞാനിവിടെ ഗോൾഡൻ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ പെയിൻറ്റ് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രേ പെയിൻറ്റ് ചെയ്താൽ മതി. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കഴിയുമല്ലോ. അതുമാത്രമല്ല സ്പ്രേ പെയിൻറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഈ ഇല വർക്ക് നമ്മൾ താഴെയും മുകളിലായിട്ട് ചെയ്തിട്ടില്ലേ, അത് ഒട്ടിക്കുന്നതിന് മുന്നേ, അതായത് ബോട്ടിലിൽ പിസ്ത ഒട്ടിച്ചതിന് ശേഷം സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇലയുടെ വർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇല ചെയ്തതും കൂടി സ്പ്രേ പെയിൻറ്റ് അതായിട്ട് ഗോൾഡൻ കളറായി പോവും. അപ്പോൾ ഇതാ ഞാനിത് കംപ്ലീറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. കറണ്ട് പോയതിന് ശേഷം ലൈറ്റ് അത്ര കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലും എന്തായാലും ബോട്ടിൽ എടുക്കാനുണ്ടാകും. അതുപോലെ നമ്മൾ പിസ്തയൊക്കെ കഴിച്ചിട്ട് തോടൊക്കെ വലിച്ചെറിഞ്ഞ് കളയുകയല്ലേ ചെയ്യുന്നത്. ഇനി മുതൽ അതൊന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.